ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത ഒരു അസുഖം എന്റെ ശരീരത്തിലേക്ക് കയറി വന്നത്. അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ മീശേന്റെ ഒരു സൈഡിൽ ഇങ്ങനെ പോല് തുടങ്ങി. പിന്നെ അതിന്റെ ശേഷം പിരികം പോയി, പീലിന്റെ രോമങ്ങളെല്ലാം ഒഴിഞ്ഞു പോയി, തലയിൽ റോഡിൽ പോലെ തുടങ്ങി. എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്റെ പേര് ഹരീഷാണ്. ഞാൻ രാമനാട് സ്വദേശിയാണ്. ഏകദേശം 18 വർഷത്തോളം ഇന്ത്യൻ ആർമിയിൽ സർവീസ് ചെയ്തു. ജീവിതം റിട്ടയർമെന്റ് നല്ല രീതിയിൽ പോയിരുന്നു. ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്തൊരു അസുഖം എന്റെ ശരീരത്തിലേക്ക് കയറി വന്നത്. അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ മീശേന്റെ ഒരു സൈഡിൽ ഇങ്ങനെ പോല് തുടങ്ങി. അത് നമ്മൾ മൈൻഡ് ചെയ്യാതെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെല്ലാവരും പറയുന്നത് പുലുകടിയാവും എന്നൊക്കെ പറഞ്ഞു. അതങ്ങനെ പോയി. പിന്നെ അതിന്റെ ശേഷം പിരികം പോയി, പീലിന്റെ രോമങ്ങളെല്ലാം ഒഴിഞ്ഞു പോയി, തലയിൽ റോഡിൽ പോലെ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഡോക്ടറെ കാണിക്കൽ തുടങ്ങിയത്. അപ്പോഴാണ് പറഞ്ഞത് അലോപേഷ്യ ഏരിയാറ്റ എന്ന് പറഞ്ഞ ഒരു അസുഖമാണ്. അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്നെ ഇഷ്ടപ്പെടുന്ന പല സുഹൃത്തുക്കളും പല സ്ഥലങ്ങളിൽ, കണ്ണൂര്, പാലക്കാട്, വയനാട്, അങ്ങനെ പല സ്ഥലങ്ങളിൽ എന്നോട് സജസ്റ്റ് ചെയ്തു. കാരണം അവരൊക്കെ എന്നോട് അത് സജസ്റ്റ് ചെയ്യാൻ കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്നതിനോട് നമ്മളെ രക്ഷപ്പെട്ട എന്നുള്ള മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ്. അതിനൊന്നും മോശം നല്ല പറയുന്നത് ചെയ്തു. സ്റ്റിറോയിഡിന്റെ മരുന്ന് നല്ല രീതിയിൽ ഉപയോഗിച്ചു. കാരണം നമ്മുടെ റിക്കവർ ആണ്. കാരണം നമ്മുടെ കോൺഫിഡൻസ് ലെവലാണ് ഈ കുട്ടികളും ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. അത് ഞാൻ ഫേസ് ചെയ്തതാണ്. പിന്നെ പുറത്തേക്ക് ഇറങ്ങണോ, പല ക്ലബുകളിലും പല ചാരിറ്റീസ് അങ്ങനെ എല്ലാത്തിലും സജീവമായിരുന്നു റിട്ടയർമെന്റിന് ശേഷം. അതിനൊക്കെ ഒന്ന് പിന്തിരിയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. അപ്പോൾ പലവരും പല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും കഴിഞ്ഞില്ല. കുറെ ഡോക്ടർമാർ കഴിഞ്ഞു, കുറെ ക്യാഷും അതുവഴി ചെലവായിട്ടുണ്ട്. ആ സമയത്താണ് എന്റെ ഒരു സുഹൃത്തുണ്ട്, ഡോക്ടർ സുദീപ് സാറ്. ഞാനൊരു ജേക്കോ മെമ്പറാണ്. അപ്പൊ അതൊന്നും ഒരിക്കലും അവിടെ എനിക്ക് മോട്ടിവേഷൻ തന്നെ, ഹരീഷ് നിന്റെ സൗന്ദര്യത്തെ അല്ലെങ്കിൽ നിന്റെ പിരികത്തിനെ, നിന്റെ മീശയൊന്നല്ല ആരും ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്, നിന്റെ പ്രവൃത്തിയാണ്. നീ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് മാറിക്കും. പലപ്പോഴും പല മീറ്റിങ്ങിലും ഞാൻ ഒപ്പിട്ടിട്ടും കൺവെൻഷൻ കൊണ്ട് പിരികം എഴുതിയിട്ടൊക്കെയാണ് ഞാൻ പല സ്ഥലങ്ങളിൽ പോകാറ്. അപ്പൊ നമുക്ക് കോൺഫിഡൻസ് ലെവൽ ഡൗൺ ആയിരിക്കും. കാരണം ഈ അസുഖത്തിലൂടെ കടന്നു പോകുന്നവർക്ക് അതിന്റെ വേദന അറിയുള്ളൂ. അങ്ങനെ സുദീപ് സാറ് എന്നോട് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ട് തിരൂര്, ചിക്കൽ എന്ന സ്ഥലത്താണ്, ഡോക്ടർ സയാന. അവിടെ വന്നിട്ട് ഒന്ന് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞു. നല്ല ഡോക്ടറാണ്, പോയി നോക്കൂ, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നു. ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് ഇന്നേക്ക് ഏകദേശം 10 മാസമായിട്ടുണ്ട്. ഇപ്പോഴും ഡോക്ടറെ ട്രീറ്റ്മെന്റ് തന്നെയാണ്. ആദ്യത്തെ ആഴ്ചയിൽ ഒരിക്കലാണ് വരാറ്. ആഴ്ചയിൽ ഒരിക്കൽ വന്നു. ഡോക്ടറോട് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കാരണം നമ്മള് പല ഡോക്ടർമാരെടുത്തും പല വൈദ്യന്മാരെടുത്തും പോകാനുണ്ട്, ഡോക്ടറെ എന്റെ പഴയ കണ്ടീഷനിൽ എനിക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ ഉറപ്പും പറഞ്ഞു. പിന്നെ ആ ആത്മവിശ്വാസം വെച്ചിട്ട് ഇവിടെ വന്നു. ആഴ്ചയിൽ ഒരിക്കൽ വന്നു. ഇപ്പൊ ഈ കാണുന്ന ഒരു മുട്ടിയെല്ലാം വന്നു, പിരിയും എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പം മാസത്തില് ഒരിക്കലാണ് വരുന്നത്. അപ്പൊ ആ കോൺഫിഡൻസ് ലെവലും നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും ഒക്കെ വീണ്ടും റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് കണ്ടത് നമ്മളൊന്നല്ല, ചെറിയ മക്കൾക്ക് വരെ ഈ അലോപേഷ്യ അങ്ങനെ കുറെ അലോപേഷ്യന്റെ വിവിധ ഭാഗങ്ങളുണ്ട്. നമുക്ക് തന്നെ കഷ്ടം തോന്നും. നമുക്ക് വന്നതിനും സങ്കടമില്ല. ചെറിയ മക്കൾക്കൊന്നും വരുത്തരുതെന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥന ഉള്ളൂ. അപ്പൊ നല്ല ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ കിട്ടുന്നത്. അതും ഉള്ളിലേക്ക് കഴിക്കാനും നല്ല പ്രോപ്പറായിട്ട് ബ്ലഡ് സർക്കുലേഷന്റെ പോരായ്മ കൊണ്ടാണ് പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് തന്നിട്ട് ഒട്ടനവധി പേര് ഇവിടെ റിക്കവർ ആയി പോകുന്നുണ്ട്. ഞാനും അതിലൊരു ഭാഗധേയമാണ്. അപ്പൊ ഇവിടേക്ക് എന്നെ സജസ്റ്റ് ചെയ്ത നമ്മുടെ സുദീപ് സാറ്, അതേപോലെ എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്ത ഡോക്ടർമാരുണ്ട്. അവര് പിന്നെ എന്റെ വൈഫ്, എല്ലാവരോടും 1000 നന്ദി. റിക്കവർ ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.